അയാൾ നിൽക്കാൻ പോകുന്നില്ല, തെളിവില്ല. നേരിട്ടല്ല, ഇന്ത്യയിലെ ഗൂഢാലോചന അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷേ ദിലീപേട്ടൻ ചെയ്തിട്ടില്ലെന്ന് ദിലീപേട്ടൻ ആദ്യമായിട്ട് പറയണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തെളിവ് എന്തായാലും ക്രിക്കറ്റ് മാച്ച് പോലെയാണ്, എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. അയാൾ നിൽക്കാൻ പോകുന്നില്ല, തെളിവില്ല. ഈ പറയുന്ന ഒരു കേസും തെളിവില്ല. സിദ്ദിഖിന്റെ കേസുകൾ അയാള അന്നേ റിപ്പോർട്ട് ചെയ്യണം. ഏതേതാ അത് എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. അതൊരു ക്രിക്കറ്റ് മാച്ച് പോലെയാണ്, എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ പുള്ളി ഇത്രയും വർഷം നീട്ടിക്കൊണ്ട് പോകേണ്ടതായിരുന്നു കേസൊക്കെ, ലാഗ് അടുപ്പിച്ച്. അറിയില്ല, ദിലീപേട്ടൻ പറയാതെ പറഞ്ഞല്ലോ, ദിലീപേട്ടൻ ചെയ്തിട്ടില്ലെന്ന് ദിലീപേട്ടൻ ആദ്യമായിട്ട് പറയണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തെളിവ് എന്തായാലും. സത്യം തരും നീതി നീതം തെളിവ് എന്തായാലും. സത്യമൊന്നും വരണമൊന്നുമില്ല, നമുക്കറിയാം. അതിനെ പറ്റി നമുക്ക് വരണമില്ല. ഇവിടെ വിദ്ര കേസിൽ ജഗതി രക്ഷപ്പെട്ടാണ്, കോഴ കേസിൽ അസുദ്ദീൻ രക്ഷപ്പെട്ടാണ്. സത്യം എന്ന് പറയാൻ പറ്റില്ല എങ്ങനെയാണ്. പക്ഷെ എനിക്കറിയില്ല, ദിലീപിന് അറിയാം പുള്ളി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, വേറെ ആർക്കും അറിയില്ല. ദിലീപിന് അറിയാം പുള്ളി തെറ്റിയിട്ടുണ്ടോ ഇല്ലയോ, വേറെ ആർക്കും അറിയാൻ എനിക്ക് തോന്നുന്നില്ല. നേരിട്ട് ആദ്യകാലത്ത് ചോദിച്ച് പുള്ളി ചെയ്താണ് കേൾക്കുന്നത്, പിന്നീട് പല കാര്യം കേൾക്കുന്നത് ട്രാപ്പാണ് പറഞ്ഞു പറയാനില്ല. എനിക്ക് 50-50 ആണ്. 50% പുള്ളി ചെയ്തെന്നും 50% പുള്ളി ചെയ്തില്ലെന്നും ഞാൻ വിശ്വസിച്ചാണ്. 50% പുള്ളി ചെയ്തെന്നും 50% പുള്ളി ചെയ്തില്ലെന്നും. കാരണം അറിയില്ല, എങ്ങനെ അറിയില്ല. പുള്ളി നേരിട്ടല്ല, ഇന്ത്യയിലെ ഗൂഢാലോചന അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ പുള്ളി ഉണ്ടോന്ന് അറിയില്ല, പുള്ളിയെ ട്രാപ്പ് ചെയ്താണോ അറിയില്ല. ട്രാപ്പ് ചെയ്താണോ പുള്ളിക്ക് നടിയോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യം ഉണ്ടായിരുന്നു. അതും വൈരാഗ്യം ഉണ്ടായിരുന്നു, അതുള്ള കാര്യമാണ്. അക്രമമായിട്ട് നടിയോട് ഉണ്ടായിരുന്നു. അത് വേറെ ആൾക്കാരെ ട്രാപ്പ് ചെയ്താണോ അറിയില്ല.